എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി അങ്ങനെ ബബിതേനെ വിളിക്കുകയാണ് കേട്ടോ. ബബിത കോൾ എടുക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അമ്മയാണ്, മരിച്ചു പോയിട്ടില്ല എന്ന് പറയും. അപ്പം ബബിത ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് പറയാനാണോ വിളിച്ചതെന്ന്. അപ്പം നിൻ്റെയൊക്കെ വിചാരം അതാണല്ലോ, ഞാനിപ്പോൾ ഈ ഭൂമിയിൽ ഇല്ലാത്ത പോലെയാണല്ലോ നിൻ്റെയൊക്കെ മട്ടും പാവും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ അതുപോലെ തന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു പുറത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ നോക്കാനുള്ള നാണക്കേട് കൊണ്ടും ഒക്കെയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ന്യായം പറയാം, പക്ഷേ ഒരു ഫോൺ കോൾ വിളിക്കാൻ എന്താടി ഇത്ര മടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞൊരു ദിവസം എന്നോട് നഴ്സ് ചോദിക്കുകയും ചെയ്തു, മക്കളാരും ഇങ്ങോട്ട് വരാറില്ലല്ലോ, എന്താ വരാത്തതെന്ന് ചോദിച്ചു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നഴ്സുമാർക്ക് നഴ്സുമാരുടെ ഡ്യൂട്ടി നോക്കിയാൽ പോരെ, അവരെന്തിനാ പേഷ്യൻറ്റിനെ കാണാൻ വരുന്നവരുടെ ഇതൊക്കെ എടുക്കുന്നതെന്നാണ് കേട്ടോ ബബിത ചോദിക്കുന്നത്. അവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഓരോ മക്കൾ സ്കൂൾ വിട്ട് വന്ന് യൂണിഫോം പോലും മാറാതെ ഇങ്ങനെ അമ്മമാരെ കെയർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ അതാണോ വിഷമം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലല്ലോ എന്ന് വൈജയന്തി പറയുമ്പോഴാണ് ബബിത പറയുന്നത്, അമ്മയ്ക്ക് ഇപ്പോൾ അതാണോ വലിയ വിഷമം, അമ്മയുടെ മൂത്ത മോൻ ജയിലിലേക്ക് പോയതൊന്നും അമ്മ അറിഞ്ഞില്ലേ, അമ്മയ്ക്ക് അതിലൊന്നും വിഷമമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയുടെ വിചാരം എന്താ, ഇവിടെ ആർക്കും വിഷമമില്ല എന്നാണോ, ഇവിടെ എല്ലാവരും തിന്നും കുടിച്ചു എ സി റൂമിൽ കിടന്നുറങ്ങുകയാണെന്നാണ് അമ്മ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അച്ഛനും അമ്മയും ഹോസ്പിറ്റലായതിന് എല്ലാത്തിൻ്റെയും വിഷമം ഞങ്ങൾക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഏതോ ഒരുത്തിയുടെ ഭരണമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയുമ്പോൾ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അവൾ എന്നാ നോക്കാനാ, കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും, തിന്നും കുടിക്കും, പിന്നെ ആരെങ്കിലും വന്നാൽ ഓടിപ്പോയി കതക് തുറക്കും. ഈ വീട്ടിലെ ഓണർ അവളാണെന്നുള്ള മട്ടിലാണ് അവളുടെ ഭാവവും പെരുമാറ്റവും എല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജീവേട്ടനും ശിവേട്ടനൊന്നും അങ്ങോട്ട് വന്നിട്ടില്ലേ എന്ന് ഇങ്ങനെ ബബിതയോട് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ടേക്ക് ഒരു ഏട്ടനും വന്നിട്ടില്ല, ഗോവർദ്ധനങ്ങളും ആൻറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ആൻറ്റി ഇവിടെ ഉണ്ട്, അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ആരും സുലോചനയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. പിന്നീട് രോഹിട്ടൻ്റെ കാര്യം എങ്ങനെയാണെന്നൊക്കെ ബബിത ചോദിക്കുന്ന സമയത്ത് അവൻ്റെ ഭാവി തൊലഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ കോടതി ജയില് അതുപോലെ ശിക്ഷ അതൊക്കെ ആയിട്ട് അങ്ങ് പോവാം എന്ന് പറയുന്നുണ്ട്. ബബിതയും പറയുന്നുണ്ട് കേട്ടോ, ഇനി ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റുമോ ആർക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛനെന്താ ഒന്നും ചെയ്യാൻ പറ്റില്ലേ, അതുപോലെ തന്നെ അങ്കിൾമാർ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്കിൾമാർക്ക് ഹരിയുടെ കാര്യം നോക്കണ്ടേ, എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ഒരു ഉത്സാഹമില്ലാത്ത പോലെയാണ് അവരുടെ പെരുമാറ്റം, അച്ഛന് എന്തും ചെയ്യാൻ പറ്റില്ലെന്ന് നീ അച്ഛനെ വിളിച്ച് ചോദിക്കുക, രോഹിയുടെ കാര്യം എങ്ങനെയും കൂടെ നീ ഒന്ന് ചോദിക്കുമെന്ന് പറയാം. എന്നിട്ട് കോൾ കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് സുലോചന ചായയൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അലീനയാണ് കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് കൃഷ്ണമോളെ വിളിക്കും, കൃഷ്ണമോള് വരും, ചായ കുടിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതേനെ വിളിക്കാൻ പറയുന്നുണ്ട് അലീന, ഞാൻ വിളിച്ചാൽ അവൾ വരില്ല, നീ പോയി വിളിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ മുഖം കണ്ടാൽ മതി, ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഇങ്ങനെ എന്തോ വാടി തളർന്ന പോലെയാണെന്നൊക്കെ സുലോചന പറയുന്നുണ്ട്. എന്നിട്ട് ബബിതയുടെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. ഈ ബബിത എന്താ ഇങ്ങനെ ആരോടും മിണ്ടും സംസാരിക്കുകയോ ഒന്നുമില്ലേ, മൂത്തവരെ ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അലീന സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന പറയും, ഞാനിങ്ങനെ എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ പറഞ്ഞു കൊടുത്തതാ, പക്ഷേ അതൊക്കെ ചെറുപ്പത്തിലേ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മൂത്തവരെ ഒരു ബഹുമാനം ഇല്ലല്ലോ ബബിതയ്ക്ക്, ആ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ ബബിതയും കൃഷ്ണമോളും അവിടെ വന്നിരിക്കും കേട്ടോ. അപ്പോൾ ബബിതയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സുലോചന ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് സുഖമില്ലാതിരിക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയും, ഞാൻ ചെന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു, അതിൻ്റെ ആയിരിക്കും എന്ന് പറയേ. അപ്പോൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ സുലോചന. അപ്പോൾ മുഖം കഴുകിയിട്ട് ഇപ്പം എന്നാത്തിനാന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, മൂത്തവർ പറയുന്നത് അനുസരിക്കേണ്ട, ഒന്ന് കഴുകിയിട്ട് വന്നിരിക്കുകയെന്ന് പറയേ. അപ്പോൾ ബബിതയാണെങ്കിൽ അലീനയോട് പറയാ, നീ എന്നോട് സംസാരിക്കാൻ വരണ്ടെന്ന് ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ സുലോചനയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. സുലോചനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ എന്നെ കണ്ടിട്ടാണ് നിനക്ക് ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമോ, നിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അതുപോലെ തന്നെ നിൻ്റെ ആങ്ങളെയാണെങ്കിൽ പീഡന കേസിൽ ജയിലിലും കിടക്കുകയാണ്, അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ബബിതയ്ക്കാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. സുലോചനയാണെങ്കിലും ആ കാര്യമൊക്കെ പറഞ്ഞ് ബബിതേനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അലീനയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ കൃഷ്ണമോള് പറയും, ചേച്ചിയുടെ ഫോൺ എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന അവിടുന്ന് കിച്ചണിലേക്ക് അങ്ങ് പോവും. മനു ആയിരിക്കും കേട്ടോ വിളിക്കുന്നത്. അലീന കോൾ എടുക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന ഇപ്പോൾ എവിടെയാണ്, വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വീട്ടിലുണ്ടല്ലോ എന്നിങ്ങനെ അലീന പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മനുവേട്ടൻ ഇപ്പോൾ എവിടെയാണ്, സുഖമായിട്ട് ഇരിക്കുകയല്ലേ, ഇങ്ങനെ അതൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മനു പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കുറച്ച് ദൂരേക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ തോന്നുകയാണ് കുറച്ച് ദിവസത്തിന് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പേരും അഡ്രസ്സും എല്ലാം പോയില്ലേ, ആകെ നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനു പറയുകയാണ് കേട്ടോ. ആകെ മനസ്സമാധാനക്കേടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, നമ്മളെവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഒരു 10,000 ആളിൽ ഒരുത്തനായിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ, അപ്പോൾ നമ്മുടെ പേരും അഡ്രസ്സും ഒന്നും ഉണ്ടാവില്ലല്ലോ, അതൊക്കെ ഒരു താൽക്കാലികമായിട്ട് മറ്റാരും ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്, നമ്മളതൊന്നും ഇങ്ങനെ ഇതാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അലീനയോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് പോര് എന്ന് പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും വരാം, എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ ഞാൻ വെക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയാണെങ്കിൽ
ആണെങ്കിലും ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ മനു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കേട്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവേ. അത് കഴിഞ്ഞ് പിന്നീട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ വൈജയന്തിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നഴ്സ് വന്നിട്ട് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു ഒരു വിസിറ്റർ ഉണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ആരാന്ന് ചോദിക്കും വൈജയന്തി. മനുശങ്കർ ആണ് എന്ന് പറഞ്ഞു എന്ന് പറയും. നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ വരാൻ പറയൂ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ മനു ഒന്നും മിണ്ടുന്നില്ല, കൈയും കെട്ടി അവിടെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വൈജയന്തി ആണെങ്കിലും അപ്പോഴേക്കും മുഖമൊക്കെ തുടച്ച് സെറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മനു അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ മനു വന്നിട്ട് അവിടെ കൈയും കെട്ടി അങ്ങ് നിൽക്കുന്ന സമയത്ത് വൈജയന്തിയാണ് കേട്ടോ ചോദിക്കുന്നത്, നീ കോടതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോടതിയിലൊന്നും പോയിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ പോവാതിരുന്നത് എന്ന് പറയുമ്പോൾ അച്ഛനും കൊച്ചച്ഛനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അവിടെ, അതുകൊണ്ടാണ് പോവാതിരുന്നത് എന്ന് പറയും. എന്നെ അറിയുന്ന കുറച്ച് ആളുകളും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പോയില്ല എന്ന് പറയും കേട്ടോ. ഞാൻ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാമ്യം കിട്ടിയില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ജാമ്യം കിട്ടില്ല എന്ന് അറിയായിരുന്നല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് മനുവിനോട്. അപ്പോൾ മനു പറയും 30 ദിവസത്തേക്കാണെന്ന് പറയൂ കേട്ടോ. അപ്പം 30 ദിവസത്തേക്കോ സാധാരണ 14 ദിവസത്തേക്കല്ലേ റിമാൻഡ് ചെയ്യുള്ളൂ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ ഇതിങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കേസാണെന്ന് പറയുമ്പോൾ ആർക്കാ ഇത് ചർച്ച ചെയ്യാഞ്ഞിട്ട് ഇത്ര ബുദ്ധിമുട്ട്, ഇത് ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കേസ് പോലെയാണല്ലോ എല്ലാവരും ചർച്ച ചെയ്യുന്നത്, അപ്പോൾ ബാക്കി പ്രശ്നങ്ങളെല്ലാം തീർന്നോ ഈ ഒരു കേസ് വന്നതോടുകൂടി എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി ചോദിക്കുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നതെന്നുണ്ടെങ്കിൽ നമ്മളും അത് ഉത്സാഹത്തോടെ ഇങ്ങനെ സംസാരിച്ചേനെ അതിനെക്കുറിച്ച് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് മനുവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോലീസുകാരെ അവരെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പോലീസുകാർക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ വൈജയന്തി ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് അടിയൊക്കെ ഇന്നലെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സബ് ജയിലിൽ അടി കിട്ടുമെന്ന് ഇങ്ങനെ വൈജയന്തി ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കേസായതുകൊണ്ട് എല്ലായിടത്തുനിന്നും കിട്ടും എന്നാണ് കേട്ടോ മനു പറയുന്നത്. വൈജയന്തി ആണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പ്രാകുന്ന പോലെയാട്ടോ പറയുന്നത്, ഇങ്ങനെ നമ്മുടെ കുട്ടികളെ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുത്തിനും ഗുണം പിടിക്കില്ല എന്ന്. അപ്പോൾ മനു ചോദിക്കും പോലീസുകാരോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയാണ് എല്ലാവരും എന്ന് പറയുന്നുണ്ട് കേട്ടോ, അവന്മാരെ അടിച്ചവരൊക്കെ ഗുണം പിടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മറുവശത്ത് ഇതുപോലെ ഇങ്ങനെ നമ്മളെ ശപിച്ചും ഒക്കെ ഒരു അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്, ആരാന്നറിയോ പീഡനത്തിൽ ഇരയായിട്ടുള്ള കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ വൈജയന്തി കുറച്ച് നേരം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും മനു അങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ നഴ്സ് വരുന്നുണ്ട്, അപ്പോൾ മിണ്ടാൻ നിൽക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആണുങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ പെൺകുട്ടികളെ ഇറങ്ങി പോവല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോയ കുട്ടിയുടെ കുറ്റമായിട്ടാണ് കേട്ടോ എല്ലാം സംസാരിക്കുന്നത് വൈജയന്തി. അപ്പോൾ മതി ആൻറ്റി എന്ന് പറയൂ കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് അന്ന് ഇങ്ങനെ അലീനയാണ് എല്ലാത്തിനും കാരണം എന്നിങ്ങനെ മനു പറയുന്ന സമയത്ത് വൈജയന്തി പറയാണ്, അത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു സാധനത്തിന് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീനേനെ കുറ്റം പറയുന്നത് വൈജയന്തിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ വൈജയന്തി അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം മനു പറയുന്നുണ്ടായിരുന്നു, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അന്ന് അലീനയോട് ഇവന്മാരത് ചെയ്യാൻ നിന്ന സമയത്ത് അലീനയ്ക്ക് പരാതി കൊടുത്താൽ മതിയായിരുന്നു, എന്നാൽ അവന്മാരിപ്പോഴും ഇങ്ങനെ ജയിലിലായിരുന്നേനെ, പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു, അതുപോലെ തന്നെ മറ്റു 2 ചെറുപ്പക്കാർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നീ എന്താ മനു ഇങ്ങനെ, നമ്മളിങ്ങനെ നമ്മുടെ കൂടപ്പിറപ്പുകളുടെ കൂടെ നമ്മുടെ ആൾക്കാരുടെ കൂടെയാണ് നിൽക്കേണ്ടത്, നീ ഇപ്പോൾ അലീനയ്ക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവളുടെ കൂടെ ഇങ്ങനെ ഓടുമായിരുന്നല്ലോ അവൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ന്യായത്തിൻ്റെ കൂടെയാണ്, ഞാൻ ഇങ്ങനെയായി പോയി, അത് വലിയൊരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനു അങ്ങ് കൈയും കെട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വൈജയന്തി മനുവിനോട് പറയാണ്, അവന്മാർക്ക് ജയിലിലെ ഫുഡ് പറ്റുമെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്ക്, അവന്മാരെ പട്ടിണി ഇല്ലാതെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അച്ഛനും കൊച്ചച്ഛനും നോക്കിക്കോളും, അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു കൊടുത്തോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ കുറ്റമായിട്ടാണല്ലോ എല്ലാം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അങ്കിളിനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, എന്തോ അങ്കിളിനെ കാണാനും തോന്നുന്നില്ല, നല്ല കാര്യങ്ങളൊന്നും പറയാനില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാ കാണുന്നത്, ഇങ്ങനെ ബാലേന്ദ്രൻ രോഹിത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല, ബാലേന്ദ്രൻ്റെ സ്വഭാവം തന്നെയാണ്, അവനോടുള്ള പെരുമാറ്റം തന്നെയാണ് അവനെ ഇങ്ങനെയാക്കിയത് എന്നൊക്കെ പറഞ്ഞങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങും കേട്ടോ ബാലേന്ദ്രനെയും. അപ്പോൾ മനുവിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, മതി ആൻറ്റി ഇങ്ങനെ വിഷമിച്ച് കിടക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആൻറ്റീനെ കാണാൻ വന്നത്, എന്തായാലും ഞാൻ പോവാണ്, എല്ലാം ശരിയാവും, മനസ്സ് നന്നായാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. മനു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമോള് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനുവേട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താ മോളെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടൻ ന്യൂസ് കണ്ടായിരുന്നു, ഹരിയേട്ടനെയും രോഹിതനെയും കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തോ ഒരു ആൾക്കൂട്ടായിരുന്നു, അവരെന്തൊക്കെയോ വിളിച്ച് പറയുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, നിറയെ പോലീസുകാരുണ്ടായിരുന്നു, കണ്ടിട്ട് എനിക്ക് പേടിയായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. മനുവേട്ടൻ ന്യൂസ് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ന്യൂസൊന്നും കണ്ടില്ല, എനിക്കത് കാണാനുള്ള ശക്തിയൊന്നും ഇല്ല എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ. രോഹിതൻ്റെ കരിയറും എല്ലാം പോയില്ലേ, എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുമ്പോൾ ചാനലുകാർക്ക് ഇപ്പോൾ നല്ലൊരു വാർത്ത കിട്ടിയതാണ്, 2 ദിവസം അവരതിൻ്റെ പിറകെ തന്നെ ആയിരിക്കും, അത് കഴിഞ്ഞ് അവർക്ക് വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ പിറകെ പോയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്